അപൂർവ രോഗം ബാധിച്ച കുട്ടികളുടെ കുടുംബം ചികിത്സയ്ക്ക് പണം കണ്ടെത്താനാകാതെ ദുരിതത്തിൽ. കോട്ടയം കൊഴുവനാൽ സ്വദേശികളായ മനു സ്മിത ദമ്പതികളുടെ 3 മക്കളിൽ 2 കുട്ടികൾക്കാണ് സോൾ വേസ്റ്റിംഗ് കൺജനിറ്റൽ അഡ്രിനൽ ഹൈപ്പർപ്ലാസിയ എന്ന അപൂർവ രോഗമുള്ളത്. ഇതിനൊപ്പം മൂത്ത മകന് സിവിയർ ഓട്ടിസവുമുണ്ട്. നിസ്സഹായാവസ്ഥയിൽ ദയാവധത്തിനായി കോടതിയെ സമീപിക്കാനൊരുങ്ങുകയാണ് കുടുംബം. കോട്ടയം കൊഴുവനാൽ സ്വദേശികളായ മനു സ്മിത ദമ്പതികളുടെ 3 മക്കളിൽ 2 കുട്ടികൾക്കാണ് സോൾട്ട് വേസ്റ്റിംഗ് കൺജനിറ്റൽ അഡ്രീനൽ ഹൈപ്പർപ്ലാസിയ എന്ന അപൂർവ രോഗമുള്ളത്. ഇതിനൊപ്പം മൂത്ത മകന് സിവിയർ ഓട്ടിസവുമുണ്ട്. 9 വയസ്സുള്ള കുട്ടിക്ക് പ്രതിരോധശേഷി തീരെയില്ല. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് രോഗങ്ങൾ പിടിപെടുന്നു. പ്രത്യേക ഡയറ്റ് അനുസരിച്ചുള്ള ഭക്ഷണം മാത്രമേ നൽകാൻ കഴിയൂ. ഇല്ലെങ്കിൽ അണുബാധയ്ക്ക് സാധ്യതയേറെയാണ്. ഇവരുടെ പരിപാലനത്തിനും ചികിത്സയ്ക്കുമായി പണം കണ്ടെത്താൻ ബുദ്ധിമുട്ടുകയാണ് ഈ കുടുംബം. ഈ ഒരു അപൂർവ രോഗത്തോടൊപ്പം 90% സിവിയർ ഓട്ടിസമാണ്. അപ്പം ഈ ഒരു ഹൈ റിസ്കിൽപ്പെട്ട ഒരു കുട്ടിയുടെ കൂട്ടത്തിൽ കുട്ടിയുടെ ആ അവസ്ഥയിൽ ഈ ഓട്ടിസവും കൂടെ ആയി കഴിയുമ്പോൾ നമുക്ക് നിയന്ത്രണ വിധേയമല്ല കുഞ്ഞിനെ. അപ്പം സ്റ്റിറോയിഡ്സ് പോകുന്ന കാരണം അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ, പിന്നെ ഓട്ടിസത്തിൻ്റെതായ ബുദ്ധിമുട്ടുകൾ, ഇത് രണ്ടുകൂടെ കുടുംബം നമുക്ക് ഒരു വിധത്തിലും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. ഡൽഹിയിൽ നേഴ്സായിരുന്നു മനുവും സ്മിതയും. നാട്ടിലെത്തി മകൻ ജനിച്ച ശേഷം ഇരുവർക്കും ജോലി പൂർണ്ണമായി ഉപേക്ഷിക്കേണ്ടി വന്നു. സ്മിതയ്ക്ക് ജോലി നൽകാൻ 2022 നവംബർ 11 കൊഴുവനാൽ പഞ്ചായത്ത് ഭരണസമിതി തീരുമാനമെടുത്തെങ്കിലും ഒന്നും നടപ്പാക്കിയില്ല. മന്ത്രിതലത്തിൽ ബന്ധപ്പെട്ടിട്ടും ഫലമുണ്ടായില്ലെന്ന് ഇവർ പറയുന്നു. പ്രതിമാസം 50,000 രൂപയിലധികം കുട്ടികളുടെ ചികിത്സയ്ക്കും പരിപാലനത്തിനും വേണ്ടി വരുന്നുണ്ട്. 2 ഏക്കറിലധികമുള്ള സ്ഥലം വിൽക്കേണ്ടി വന്നു. നിലവിലുള്ള വീടും ജപ്തി ഭീഷണിയിലാണ്. സ്വന്തമായി വരുമാനമില്ലാതെ ഇനി ഒരടി മുന്നോട്ട് പോകാനാവില്ല. മന്ത്രിമാരോടും അധികാരികളോടുമെല്ലാം സഹായം ചോദിച്ചു മടുത്തു. ഈ സാഹചര്യത്തിലാണ് കുടുംബം ഒന്നടങ്കം ദയാവധത്തിന് അനുമതി തേടാൻ ഒരുങ്ങുന്നത്. അമൃത ന്യൂസ്, കോട്ടയം.